അസ്സലാമു അലൈക്കും. അബ്ദുൽ ഖാസറോടാണ്. സഹോദരന്മാരെ, ഞാൻ വീഡിയോ ഒരുപാട് നാളായി ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ട് വലിയൊരു താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോൾ നിലമ്പൂരിൽ ഇതുണ്ടല്ലോ, ഈ ഇലക്ഷൻ നടന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ലേസം സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിലമ്പൂരിൽ ഒരു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJP-ൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയും എന്നല്ല പറഞ്ഞ പോലെ സ്വതന്ത്രന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇലക്ഷൻ, ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ കാലാവസ്ഥയിൽ നോക്കുമ്പോൾ നമ്മളെ ഈ അൻവർ സാഹിബ് അവിടെ വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയം ആ രൂപത്തിലാണെന്നുള്ളത്. ഈ അൻവർ സാഹിബ് എന്ന് പറയുന്നത് വിജയിക്കുമെന്ന് പറയുന്നതിനൊരു കാരണം, ഒന്ന് ഇടത് പക്ഷവുമായി LDF-ആയിട്ട് ബന്ധപ്പെട്ട് ചില അടുപ്പം മുന്നത്തെ ഉള്ള ആളാണ്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇന്നത്തെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അടിപിടിയും അവരെ പരസ്യമായിട്ടുള്ള പ്രസ്താവന ഇറക്കലും തമ്മിലടിയും അതൊക്കെ കാണുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇന്ന് പ്രത്യേകിച്ചിട്ട് ഒരുപാട് ലീഗിൻ്റെ അണികൾ അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനൊരു ലീഗുകാരനാണ്. പക്ഷെ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാടിൽ ഈ ലീഗിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഭിന്നത അകത്ത് ഇങ്ങനെ പുകഞ്ഞ് കളിക്കുകയാണ്. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലപാടിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാവർക്കും അറിയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളെപ്പറ്റി എല്ലാ ജനങ്ങൾക്കും മതപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ എന്തിന് ഒരു തീരുമാനം, എന്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ ഈ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഈ ഭരണപക്ഷത്തിനെ എതിർത്തിട്ട് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അവരെ പിന്തിരിപ്പിക്കാനോ സാധിച്ചെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം അത് തന്നെയാണ് ഈ സംഭവം. എന്താ വെച്ചാൽ നേതാക്കന്മാരെല്ലാവരും, കോൺഗ്രസ് നേതാക്കന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും ഒക്കെ യഥാർത്ഥത്തിൽ കുറച്ച് നല്ല സൗഹാർദ്ദത്തിലാണുള്ളത്. പക്ഷേ അണികളുടെ ഉണ്ടാകുന്ന ഭിന്നതകളുണ്ടല്ലോ, അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ തന്നെ കോൺഗ്രസ്സുകാർ തമ്മിൽ അടിപിടിയും തമ്മിൽ അഭിപ്രായം പറയലും അതുപോലെ തന്നെ കേരളത്തിൽ ഭരിക്കുന്ന ഭരണപക്ഷത്തെ പറ്റിയിട്ട് കുറ്റം പറയലും അല്ലാതെ കണ്ട് മറ്റെന്തെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് എന്താണെന്നുള്ളത്. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണം നടക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ എല്ലാം കുറ്റം കുറവ് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് BJP ഭരിക്കുന്ന ഭരണത്തിൻ്റെ ഇടയിൽ ഈ പ്രതിപക്ഷം വരുന്ന പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും ഒരു പരിഹാരം കണ്ടെത്താനോ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പൂർത്തീകരിക്കാനോ സാധിക്കാൻ കഴിയാത്ത ഒരവസ്ഥയല്ല എന്നുള്ളത്. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണപക്ഷത്തിനെ പല കാര്യങ്ങൾക്കും പലതിനും പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ പറ്റൂ. ഇന്ന് ഏത് തുറയിലും നോക്കിയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മതപരമായിട്ട് നോക്കുന്നെങ്കിൽ വളരെ കൂടുതൽ വിഷമത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ റോൾ എന്തെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. എന്നിട്ടും രാഷ്ട്രീയപരമായിട്ട് അവർ ചെയ്യുന്നതാണ് തമ്മിൽ ഭാര വെക്കലും അപ്പുറപ്പുറം ഇരുന്നിട്ട് അഭിപ്രായം പറയലും ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കലും നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് അത് വലിയൊരു പർവ്വതീകരിച്ചിട്ട് സംസാരിച്ചിട്ട് വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയതല്ലാതെ കണ്ട്
രാഷ്ട്രീയപരമായിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളം ഭരിക്കുന്ന ഭരണകർത്താവിനെ കുറ്റം പറയുന്നതല്ലാതെ കണ്ട് വേറൊന്നും പറയുന്ന സമയമില്ല. അല്ലെങ്കിൽ അവർ തമ്മിലടി ഞാൻ വലുത് എന്നുള്ള. അതിൻ്റെ ഇടയിൽ നമ്മൾ ലീഗിൻ്റെ നേതാക്കന്മാർ നമ്മളുള്ള സമാധാനത്തിൻ്റെ ആളും നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ആളും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അതിൻ്റെ വേക്കുന്നു പോകും. അണികൾ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുമ്പോൾ അണികൾ ഇവരെന്ത് പൊട്ടത്തരം കളിക്കുന്നത് ഈ ലീഗിൻ്റെ ആൾ. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ത്യൻ്റെ മുത്താണ് വെക്കട്ടെ, നമുക്ക് ശക്തമായി ലീഗിന് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ പോലും ലീഗിൻ്റെ കൊടി പിടിക്കാണ്ടാക്കിയിട്ട് കോൺഗ്രസ്സുകാർ ഇവരെ കോൺഗ്രസിൻ്റെ കാലിൻ്റെ അടിയിൽ ലീഗിനാക്കിയെന്ന് ചിന്തിക്കുന്ന ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ലീഗിൻ്റെ നേതാക്കന്മാർ പറയൂല കേട്ടോ. അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പോയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ അവിടെ ഇപ്പം നടന്ന ഈ ഇലക്ഷനിൽ കൂടുതലും ലീഗിൻ്റെ വോട്ട് പിന്നിക്കാനും കോൺഗ്രസിൻ്റെ വോട്ട് പോകാനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടാനും അൻവറിന് സാധ്യതയുണ്ട് കൂടുതലും. അത് ആ ഒരു അട്ടിമറിക്ക് സാധ്യത കാണുന്നത് മാത്രം വരും നാളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചർച്ചാ വിഷയമായി ഭരണത്തിനെയും അതുപോലെ ഭരണത്തിലിരിക്കുന്നവരെയും അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവരെയും വിലയിരുത്താൻ വേണ്ടി ഒരു അട്ടിമറി ഇതിനാവശ്യം തന്നെയാണ്. അൻവർ വിജയിക്കൽ. അൻവർ വിജയിച്ചാൽ മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശുഭം തന്നെ മാറൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അൻവറിന് വോട്ട് കൊടുക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതുകൊണ്ട് അൻവർ വിജയിക്കും എന്നുള്ളൊരു തോന്നിച്ചുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ഈ ഒരു വീഡിയോ ഉണ്ടാകുന്നത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. അതുകൊണ്ട് പ്രബുദ്ധ കേരളം എല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പുറവും ഇപ്പുറവും മാറി തിരിച്ചും കൊടുത്തിട്ടും വാങ്ങിയിട്ട് നമ്മൾ നല്ല ആളെ തിരഞ്ഞെടുക്കാനും രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ആളെ തിരഞ്ഞെടുക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള രാജ്യമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിൽ ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിത് ഒരു പക്ഷം നിന്നതൊന്നുമല്ല, ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം അത് തന്നെയാണ് നടക്കുന്നത്. ഇതങ്ങ് തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അതുവർക്ക് ഗുഡ് ബൈ.